വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ഫുൾ കോട്ടൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോവാ. ഹെവി കോട്ടൺ ഹെക്കോബ, അതിൽ വന്നിട്ട് ഇതുണ്ടോ ഈ ടൈപ്പ് ഡിസൈൻ. ഇത് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ ഇതിന്റെ തന്നെ ഹെവി കോട്ടൺ ഹെക്കോബയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് കാണിച്ചിട്ടുണ്ട്. എല്ലാം വളരെ മൂവിങ് ആണ്. നല്ല കളർ ഷെയ്ഡ്സിൽ ഡൈ ചെയ്തിരിക്കുന്ന പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ഹെക്കോബ. ഇതിൽ ഇങ്ങനെ കട്ട് വർക്ക് ഡിസൈൻ, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ മിറർ വർക്ക്, എല്ലാത്തിലും പല പല ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഡിസൈൻസിൽ ഒരുപാട് ടൈപ്പ് കോട്ടൺ ഹെക്കോബ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പ്. ദുപ്പട്ട ഇത് ക്രഷ്ഡ് ഷിനോൺ സ്ട്രെച്ചബിൾ ദുപ്പട്ട വിത്ത് റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തേക്കുന്നു. എൻഡിൽ ടാസിൽസ് ഇതേപോലെ വരും. ഓവറോൾ ആയിട്ടുള്ള ലുക്ക്. ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ കളർ ഷെയ്ഡാണ്. ഇതുണ്ടോ ഫുൾ ഇങ്ങനെ കട്ട് വർക്ക് ഡിസൈൻ ആണ്. ഇതുണ്ടോ ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്കിങ്ങനെ നോക്കാൻ മനസ്സിലാവില്ല. ഫുള്ളി കട്ട് വർക്ക് ഡിസൈൻസ് ആണ്. നല്ല ഹെവി ആയിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ ആണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത്. പിന്നെ ഇതിൽ മിറർ വർക്കും കൂടെ അഡീഷണലി വരുന്നുണ്ട്. കാഷ്വൽ ഫോമിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ആൻഡ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. അതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഇതിലെ കട്ട് വർക്ക് ആണെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ചിലത് ഇച്ചിരി വലുപ്പമുള്ള ആ ഒരു കട്ട് വർക്ക് ഹോളാണ് ചെയ്തേക്കുന്നത്. ചിലത് കുറച്ചും കൂടെ ചെറിയതായിട്ട് ഓൾട്ടർനേറ്റ് സ്റ്റൈലിലാണ് അത് വന്നേക്കുക. വിത്ത് മിറേഴ്സ് ഓൾ ഓവർ. ഫ്രണ്ട് പാനൽ ഫുള്ളും ആ ഒരു കട്ട് വർക്ക് ആ ഡിസൈൻ ചെയ്തിട്ട് ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ വരും. ജസ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ബാക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിലാണ് കോട്ടൺ ഹെക്കോബ. ക്രഷ്ഡ് ഷിനോൺ ദുപ്പട്ട 1295 ആണ്. 1295 ആണ് പ്രൈസ്. ഒരു ഡാർക്ക് ടീൽ കളർ. അതിൽ ഒത്തിരി വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല. പിന്നെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാഷ് ചെയ്യുന്ന കെയർ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. സെപ്പറേറ്റ്ലി വാഷ് ചെയ്യാൻ നമ്മൾ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഡൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വാഷിൽ എക്സസ് ഉള്ള കളേഴ്സ് പോകും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വാഷും ചെയ്യണം. അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ മറ്റേ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. ഒത്തിരി ഓവറായിട്ട് കളർ പോകാതെ ഇരിക്കും. നമുക്ക് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഈ കോട്ടൺ മെറ്റീരിയൽസ് ഒന്നും മാക്സിമം വാഷ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഇങ്ങനെ അധികം സ്വെറ്റൊന്നും വരാതിരിക്കാൻ സ്വെറ്റ് പാഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കോട്ടണൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എപ്പോഴും വാഷ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് ഫാബ്രിക്സ് അല്ല കോട്ടൺ, പ്യുവർ കോട്ടൺ ഒക്കെ വന്നിട്ട്. ഇതാണ് ഓവറോൾ ലുക്ക്. സോ ഇതാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. റെഡ് ആണ്. സോ നമുക്ക് ഇനി വരുന്ന അപ്കമിങ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസിന് വേണേലും യൂസ് ചെയ്യാം. റെഡ് ആയതുകൊണ്ട് തന്നെ ഇതിലെ ഡിസൈനും ഡിഫറെൻ്റ് ആണ്. ആ മിറർ ഉണ്ട്, ബട്ട് ഇതുണ്ടോ ആ ഒരു എംബ്രോയിഡറി ഡിസൈൻ, ആ കട്ട് വർക്ക് ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ദുപ്പട്ട സെയിം തന്നെ. ക്രഷ്ഡ് ഷിനോൺ ദുപ്പട്ട, സ്ട്രെച്ചബിൾ ദുപ്പട്ടയാണ്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന വലിയ ടൈപ്പ് ദുപ്പട്ടയാണ്. അതിൽ മിറേഴ്സ് വരുന്നുണ്ട്. സാൻഡൂൺ ഫാബ്രിക്കിലാണ് എല്ലാത്തിലും ബോട്ടം പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് ലാസ്റ്റ് വൺ. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, എപ്പോഴും എല്ലാവരും എങ്ങനെ പോയാലും പിന്നെയും പോയി കൈ പിടിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് ഷെയ്ഡ്. ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഇതുണ്ട്, ബ്ലാക്കിൻ്റെ ദുപ്പട്ട. പിന്നെ ഈ ദുപ്പട്ടയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസിനൂടെ പെയർ ചെയ്യാം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത്രയും കളർ ഷെയ്ഡ്സ് 1295 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.